bro, like I'm dead. You killed me, I'm dead now. Boo. Bitch, I'm a ghost. I could go on for... ഹായ് ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ് ഇക്ബാൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ചെയ്തത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ആപ്ലിക്കേഷനാണ് VN വീഡിയോ എഡിറ്റർ. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് രണ്ട് വീഡിയോ ആണ് നമുക്ക് ആവശ്യം. ഒന്ന് കണ്ണാടിയിലുള്ളതും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ളതുമാണ് രണ്ട് വീഡിയോസ്. ഇങ്ങനെ രണ്ട് വീഡിയോ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതങ്ങനെ എടുക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോക്കസ് ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പോഷർ കറക്റ്റായിട്ട് ലോക്ക് ചെയ്യുക. കാരണം രണ്ടും ഡിഫറെൻറ്റ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ രണ്ടിലും വ്യത്യസ്ത ലൈറ്റിംഗ് ആയാൽ അത് മനസ്സിലാവും അവിടെ ഒരു മാസ്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നീളമൊന്നും വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ആദ്യത്തെ വീഡിയോ എടുക്കുമ്പോൾ അതേ പൊസിഷനിൽ നിന്ന് തന്നെ രണ്ടാമത്തെ വീഡിയോ എടുക്കുക, പക്ഷേ ഡിഫറെൻറ്റ് ആക്ഷനൊക്കെ കൊടുത്തിട്ട് എടുക്കുക. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെൻറ്ററിലൊരു മാസ്ക് കൊടുക്കും, ആ ഒരു ലൈന് വരും എന്ന രീതിയിൽ, അതായത് ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വേണം വീഡിയോ എടുക്കാനായിട്ട്. കാരണം നമ്മുടെ കൈയൊക്കെ അതിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് മാസ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാസ്ക് അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് വേണം നിങ്ങൾ രണ്ട് വീഡിയോയും എടുക്കാനായിട്ട്. അപ്പം ആ വീഡിയോയുടെ അപ്പുറത്തോട്ട് നിങ്ങളുടെ കൈയും തലയൊന്നും പാസ് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി VN വീഡിയോ എഡിറ്ററിൽ പോയിട്ട് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്ലിപ്പിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫുട്ടേജ് ഒരൊറ്റ ക്ലിപ്പിലാണുള്ളത്. അത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം. സെപ്പറേറ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മുടെ വീഡിയോ എവിടെയാണോ തുടങ്ങുന്നത്, നമ്മുടെ ആദ്യത്തെ വീഡിയോ എവിടെയാണ് തുടങ്ങുന്നത് നോക്കാം. അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു പോർഷൻ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം താഴെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിൽ ആവശ്യമില്ലാത്ത ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ആദ്യത്തെ വീഡിയോയുടെ അവസാനം കണ്ടുപിടിക്കുക. അവസാനം കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് അവിടെ പൊസിഷൻ ചെയ്തതിന് ശേഷം ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം അവിടെ ആ ക്ലിപ്പ് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ വീഡിയോ എവിടെയാണോ തുടങ്ങുന്നത് നോക്കാം, അവിടെയും സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ആവശ്യമില്ലാത്ത ഭാഗം ഏതാണോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ വരും, അതിൽ ഡിലീറ്റ് കൊടുക്കുക, ഡിലീറ്റ് ആവും. ഓക്കെ, നമുക്ക് എല്ലാ ഭാഗം അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ട് ക്ലിപ്പും വേറെ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ അവസാനത്തെ ക്ലിപ്പ്, രണ്ടാമത്തെ ക്ലിപ്പ് നമ്മുടെ കണ്ണാടിയിൽ ആഡ് ചെയ്യേണ്ട ക്ലിപ്പാണ്. അതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ആദ്യം കൊണ്ടുവന്ന് വെക്കുക. ആദ്യം കൊണ്ടുവന്ന് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഫോർവേഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ ലെയറിലേക്ക് മാറ്റണം. അതിനായിട്ട് താഴെ നിങ്ങൾക്ക് പോയാൽ കാണാം ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്ലിപ്പ് മുകളിലത്തെ ലെയറിലേക്ക് മാറിയതായിട്ട് കാണാം. ഒരു ബ്ലൂ ലൈനായിട്ട് കണ്ടോ, ഒരു ബ്ലൂ ടൈം ലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ക്ലിപ്പാണ് ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് മുകളിൽ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, അത് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒപ്പാസിറ്റി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 50% താഴെ കൊടുക്കാം. ആ ഒരു ടൈം ലൈൻ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ക്ലിപ്പിനെ ഇതുപോലെ ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് ആ പൊസിഷനിൽ നിൽക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഓപ്പോസിറ്റ് വീണ്ടും പഴയ പോലെ തന്നെ ആക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ മുകളിലേക്ക് ആക്കിയ ആ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നീക്കി നോക്കിയാൽ നിങ്ങൾക്ക് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. മാസ്ക് ക്ലിക്ക് ചെയ്യാൻ ഒരുപാട് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലീനിയർ സെലക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സാധനം കിട്ടും. ഈ ഒരു ലൈന് നമ്മൾ കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ എവിടെയാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടത് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അതിലും ഭാഗം തലയോ കൈയോ ഒക്കെ മറയുന്നുണ്ടോ, മറ്റേ ക്ലിപ്പിൽ ആഡ് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനാണ് നേരത്തെ പറഞ്ഞത്, ആ ഒരു ലൈന് വെക്കാനായിട്ട് അവിടെ ഒരു മാസ്ക് ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം അങ്ങനെ ഒരു സങ്കല്പത്തിൽ വേണം നിങ്ങൾ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട്. കാരണം ആ ഒരു ലൈൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് കടക്കാതെ വേണം രണ്ട് ക്ലിപ്പും എടുക്കാനായിട്ട്. അപ്പോഴാണ് ഈ ഒരു മാസ്ക് ഈ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയാം. ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ ഇത്ര പരിമിതി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തതിന് ശേഷം താഴെ ടിക്ക് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്തപ്പോൾ രണ്ട് ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു മാസ്ക് ചെയ്ത് കറക്റ്റായിട്ടില്ല. അപ്പം മാസ്കിൽ വീണ്ടും പോയതിന് ശേഷം നമ്മൾ ഈ മാസ്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ രണ്ട് ക്ലിപ്പുമായിട്ട് മാറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാസ്ക് വീണ്ടും സെലക്ട് ചെയ്യുക.
എന്നിട്ട് ആ ഒരു ലൈനിനെ നമുക്കൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ മാസ്കിൽ നമ്മുടെ മുകളിലത്തെ ക്ലിപ്പും കാണും, ഇപ്പുറത്തെ മാസ്കിൽ താഴത്തെ ക്ലിപ്പും കാണും. അങ്ങനെയാണ് ഈ ഒരു സംഭവം എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ടൈമിംഗ് കറക്റ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ ടൈമിംഗ് നിങ്ങൾ കറക്റ്റാക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ആ ഒരു ഓഡിയോ നോക്കിയാൽ മതി. ഓഡിയോ നോക്കിയിട്ട് നിങ്ങൾ ടൈമിംഗ് കറക്റ്റാക്കി വെക്കുക 2 ക്ലിപ്പിൻ്റെയും. ഓക്കെ, ഇനി ടിക്ടോക്കിൽ ആ ഫിൽറ്റർ, ആ ബ്ലൂ ലൈൻ ഫിൽറ്റർ നമുക്ക് ആഡ് ചെയ്യണം. അതിന് ലെയർ ആഡ് ചെയ്യാനുള്ളൊരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വീഡിയോ ആൻഡ് ഫോട്ടോസ്, സ്റ്റിക്കറൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അവിടെ വീഡിയോ ആൻഡ് ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് ഫോട്ടോസ് ഇവിടെ വരും. മുകളിൽ ആൾ എന്നൊരു ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോൾഡർ വൈസ് നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഞാനിവിടെ PNG ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഇത് ആഡ് ചെയ്യുമ്പോൾ കണ്ട ഒരു ടൈം ലൈൻ കൂടെ നമുക്ക് ആഡ് ആയിട്ടുണ്ട്, ഒരു ലെയർ കൂടെ. നമുക്ക് ആ ഒരു ടൈം ലൈന്, ആ ഒരു PNG ഫയലിൻ്റെ ടൈം ലൈന് എവിടെ വരെ നമുക്ക് ആ ഒരു ഇമേജ് മൂവ് ആവുന്നുണ്ടോ അവിടെ വരെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ആ ഒരു അറ്റത്ത് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി, കറക്റ്റായിട്ട് എക്സ്പാൻഡ് ആയിക്കോളും. ഇനി ആ ഒരു ഫ്രെയിം, ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് വന്നു ഇല്ല, അവിടെ ആ ഒരു ടൈം ലൈൻ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമേജിനെ ജസ്റ്റ് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് ആ ഒരു ബ്ലൂ ലൈന് അവിടെ കൊണ്ട് വെക്കുക. കാരണം നമ്മളിപ്പോൾ അതിന് ആനിമേഷൻ കൊടുക്കാൻ പോവാണ്. അതാണ് ഈ ഒരു കീ ഫ്രെയിം നമ്മൾ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആ ഒരു ബ്ലൂ ലൈന് എവിടെയാണോ എത്തേണ്ടത്, അതായത് ഇപ്പോൾ നമുക്ക് ആ ഒരു ചലിക്കുന്ന നമ്മുടെ വീഡിയോ എവിടെ മുതലാണോ മൂവ് ആകുന്നത്, നമ്മുടെ വീഡിയോയിൽ നമ്മൾ എവിടെയാണോ മൂവ് ആയി തുടങ്ങുന്നത് ആ ഒരു ബ്ലൂ ലൈൻ സെൻറ്ററിലാണ് വരേണ്ടത്. അപ്പം ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലൂ ലൈനെ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചാൽ മതി. സെൻറ്ററിലേക്ക് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചാൽ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കീ അവിടെ ആഡ് ആവും. കണ്ടോ, ഒരു ഡോട്ട് അവിടെ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ആ ഒരു ബ്ലൂ ലൈൻ ചലിക്കുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അവസാനം ഈ ഒരു ബ്ലൂ ലൈൻ അങ്ങോട്ട് പോകുന്നതും കൂടെ ആനിമേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി. അവസാനത്തെ ഫ്രെയിമിലെത്തിയതിനു ശേഷം ഇനി ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, കണ്ടോ ആ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ ആനിമേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ്. സേവ് കൊടുക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. നമുക്ക് ഇവിടെ ഫ്രെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒറിജിനൽ ക്വാളിറ്റിയിൽ വേണോ അതല്ലെങ്കിൽ പുതിയൊരു ക്വാളിറ്റിയിൽ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ടിക്ക് കൊടുക്കുക, വീഡിയോ സേവ് ആകുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ചെയ്യാനായിട്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.